നമസ്കാരം. എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളുടനെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് സംക്രമം ചെയ്യുകയാണ്. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന 27 നക്ഷത്രങ്ങളുടെയും 12 രാശികളുടെയും ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിന് ഒറ്റ വീഡിയോ ചെയ്യുന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് നോക്കി അവരുടെ ഫലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വ്യാഴൻ എന്ന് പറയുന്നത് പുത്രകാരകനും ധനകാരകനും അതേപോലെ തന്നെ ധനം, സ്വർണം, കീർത്തി, സന്താനം, ബന്ധുക്കൾ, ബുദ്ധി, ചൈതന്യം, സുഖം, ദൈവഭക്തി, അവരുടെ ദയവ്, ഭാര്യ സുഖം, ഭർത്തൃസുഖം, സദ്ഗതി, സ്വാത്വികം, നല്ല പ്രവൃത്തി, വടക്ക് കിഴക്ക് ദിക്ക് എന്നിവയുടെ കാരകനാണ് ഈ വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം. ഇപ്പോൾ ഒരു വ്യാഴൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിന് ശരിക്ക് 1 വർഷക്കാലം എടുക്കും എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ 2024 മെയ് മാസം 1-ാം തീയതി, അതായത് 1199 മലയാള വർഷം മേടമാസം 18-ാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടം രാശിയിലേക്ക് സംക്രമണം ചെയ്യുന്നു. ഈ രാശി മാറ്റം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമോ ദോഷമോ എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴൻ അഥവാ ഗുരു. വ്യാഴൻ പ്രസാദിച്ചാൽ സർവ്വദോഷങ്ങളും തീർന്നു എന്നുകൂടി പറയാറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മേടക്കൂറുകാരെ കുറിച്ചാണ് പറയാനുള്ളത്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉണ്ടാവുക. ഇവർക്ക് വ്യാഴൻ 2-ാം ഭാവത്തിലേക്ക് വരുന്നു. വ്യാഴൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സംക്രമം ചെയ്യുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ വ്യാഴൻ നിൽക്കുന്ന കാലഘട്ടം 2 നിൽക്കുമ്പോൾ ശരിക്ക് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് കാവ്യഗ്രന്ഥങ്ങളിലും കലാപരമായി ഉള്ളവർക്കും പേരും പ്രശസ്തിയും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ബുദ്ധിപരമായി വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മനസമാധാനം ഉണ്ടാകും. ആലോചനയിൽ നിന്നും പുതിയ സംരംഭങ്ങളും ബിസിനസ്സിലെ ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സ്ഥലത്തെ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ജനങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകുന്നതായിരിക്കും. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗവൺമെൻറ് തലത്തിൽ ഉന്നത അധികാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ MLA, MP മറ്റു വിധത്തിലുള്ള പദവി അലങ്കരിക്കുവാനുള്ള സാധ്യതകൾ കൂടി ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ട് എന്ന് പറയുന്നു. വാക്കിലൂടെ മറ്റുള്ളവരെ തങ്ങളുടെ പക്കം ചേർക്കുവാനും സാധിക്കുന്ന ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ ദമ്പതികൾക്ക് ഉണ്ടാവുന്നതായ ലൈംഗിക പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നു. അതിലൂടെ തന്നെ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടി എടുത്തു പറയണം. പിന്നെ നമുക്ക് പറയുന്നത് ജോലിയിൽ കഠിനമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട വിധത്തിലുള്ള വേതനം ലഭിക്കുകയില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ധനവിഷയമായി ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു. ഗുണാധിക്യം ലഭിക്കുന്ന കാലഘട്ടമാണ് എന്നുള്ളതും പറയുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും എന്നുള്ളതും പരീക്ഷാദികളിൽ ഉന്നത വിജയം ലഭിക്കും എന്നുള്ളതും ഉപരിപഠനത്തിന് അനുകൂല സമയമാണ് എന്നുള്ളതും കൂടെ ഈ ഒരു വ്യാഴമാറ്റങ്ങളെ കൊണ്ട് നമുക്ക് എടുത്തു പറയാം. ബിസിനസ്സിൽ വലിയ ലാഭങ്ങൾ വന്നു ചേരും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലിയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വക്കീൽ, ഡോക്ടർമാർ അതേപോലെ തന്നെയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. അവരവരുടെ കർമ്മരംഗങ്ങൾ ശോഭിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സിനിമാ മേഖലയിലും സാഹസിക മേഖലയിലും അതേപോലെ തന്നെ സാഹിത്യപരമായിട്ടും കലയിലും പ്രവർത്തിക്കുന്നവർക്കും പല വിധത്തിലുള്ള അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സുഹൃത്തുക്കളിൽ വിശ്വാസം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പിണങ്ങി നിന്ന സുഹൃത്തുക്കളെല്ലാം ഒന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടി ആണ്. ജോലി സംബന്ധപ്പെട്ട് യാത്രകൾ പോകേണ്ടതായിട്ട് വരും. ജോലി നഷ്ടപ്പെട്ടവർക്ക് അതിലും നല്ല ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിവാഹ തടസ്സം മാറി അവർക്ക് പേരും അതേപോലെ തന്നെ ആഗ്രഹിച്ച വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികൾ ഒന്നു ചേരുവാനുള്ള പിണക്കം മാറി ദമ്പതികൾ സ്നേഹത്തോടെ ജീവിക്കും.
പൂർവികരുമായി നിലനിന്നിരുന്ന സ്വത്ത് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കേസിൽ ജയം ലഭിക്കും. അതിർത്തി തർക്കം പരിഹരിക്കപ്പെടും. അശ്രദ്ധ കാരണം ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ കാണുന്നു. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും പിൻവളക്ക് ധാര, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഗുരുതി പൂജ, നാഗരാജാവിന് പാലും നൂറും സമർപ്പിക്കുക, സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം ചെയ്തുകൊണ്ടാൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുക. അടുത്തതായി നമുക്ക് പറയാനുള്ളത് എടവക്കൂറുകാരെ കുറിച്ചാണ്. എടവക്കൂറുകാർക്ക് ഇതുവരേക്കും വ്യാഴൻ 12ാം ഭാവത്തിൽ നിൽക്കുകയും ഇപ്പോൾ അത് ജന്മരാശിയിലേക്ക് വരികയും ചെയ്ത ഒരു കാലഘട്ടമാണ്. പൊതുവേ നമ്മുടെ നാട്ടിൻപുറത്തൊരു വാക്ക് പറയാറുണ്ട്, ജന്മരാമ വനേ ദുഃഖം. കറക്റ്റാണ് ആ സംഭവം. കാരണം ജന്മരാശിയിലേക്ക് വ്യാഴൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം പറഞ്ഞു വെച്ചാൽ എടവക്കൂറുകാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ ഒരു രാശിയിൽ ഉണ്ടാവുക. പൊതുവെ ഒരു കാലഘട്ടം വ്യാഴം ജന്മരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടം സമ്മിശ്രമായ ഫലമായിരിക്കും ഉണ്ടാവുക. ധനപരമായുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുക, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ മൂലം വീടും ദേശവും വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരിക. ദേവന്മാരെ പോലെ ശരീര സൗന്ദര്യം ഉണ്ടായിരിക്കുകയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദൈവവിശ്വാസം കുറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. ധനം വന്നു ചേരുകയും ചെയ്യും. മാതാപിതാക്കളുടെ ശാപങ്ങൾ കിട്ടും. പ്രസിദ്ധി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധനം ധാരാളമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം. രാജ്യതുല്യ പദവി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തൊഴിൽ സ്ഥാനം പുഷ്ടിക്കപ്പെടും. ന്യായമില്ലാത്ത വഴിയിലൂടെ ധനം സമ്പാദിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. പുത്രന്മാരിൽ നിന്നോ അതേപോലെ തന്നെ പുത്രിമാരിൽ നിന്നോ നമ്മൾക്ക് അവർ മൂലം പേരും പ്രശസ്തിയും അതേപോലെ തന്നെ ഐശ്വര്യവും കീർത്തിയും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉദരരോഗത്തിന് കാരണം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ദൂരദേശ സഞ്ചാരയോഗം കാണുന്നൊരു സമയം കൂടിയുണ്ട്. വിദേശത്തെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാഹന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സമയം അത്ര നല്ലതല്ലാത്തൊരു കാലഘട്ടമാണ്. നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഈ കാർഷിക മേഖലയും വ്യവസായ മേഖലയിലുള്ളവർക്കും നല്ല സമയം തന്നെ എന്ന് പറയാം. വ്യാവസായിക മേഖലയുള്ളതിന് അനുകൂലമായൊരു കാലഘട്ടമാണ്. യന്ത്ര സാമഗ്രികളുമായിട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. ബിസിനസ്സിൽ വളരെ ശ്രദ്ധിച്ച് പണം ചെലവാക്കുക. കാരണം കുറച്ച് വ്യാഴൻ ജന്മത്തിൽ നിൽക്കുകയും അതേപോലെ തന്നെ ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനിയും ഉള്ളത് കൊണ്ട് സമയം അത്ര ശരിയല്ല. അപ്പോൾ പണപരമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. കുടുംബത്തിലും ജോലി കുടുംബത്തിലും അതേപോലെ തന്നെ ജോലി സ്ഥലത്തും പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു. അപ്രതീക്ഷിതമായി ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. ഗവൺമെൻറ് ജോലിക്കാർക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതേപോലെ തന്നെ നമുക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ ബന്ധനങ്ങൾ വരാനുള്ള സാധ്യതകൾ ശത്രുക്കളുടെ ബാധ ഉപദ്രവം നിമിത്തം ബന്ധനങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. വാഹനങ്ങളിൽ നിന്നും അപകടം സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. മറ്റുള്ളവർ നമ്മുടെ കാര്യസാധ്യത നോക്കി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അതിലൂടെ ചതി വഞ്ചനകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. പരിഹാരമായിട്ട് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതേപോലെ തന്നെ നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, ശരഭമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, തുളസിമാല, വിഷ്ണുപ്രീതി എന്നിവ നേടുന്നതും വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ കുലദൈവത്തിന് നിത്യവും തൊഴുകുന്നതും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. അടുത്ത് നമുക്ക് പറയാനുള്ളത് മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മകീരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ കാൽ ഭാഗവും ചേരുന്ന നക്ഷത്രക്കാരാണ്
നക്ഷത്ര ജാതകരാണ് മിഥുന കൂറിൽ അഥവാ മിഥുന രാശിയിൽ ഉണ്ടാവുക. ഇവർക്കിപ്പോൾ പൊതുവെ നല്ല സമയമാണ്. പക്ഷേ മെയ് 1 തീയതി വ്യാഴമാറ്റം കൊണ്ട് തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴൻ 12-ൽ വരുന്ന ഒരു കാലഘട്ടമാണ്. 3 കാര്യങ്ങൾ സംഭവിക്കും. അഭിമാന നിമിത്തം സൽക്കർമ്മങ്ങൾക്ക് ചെലവുകൾ ചെയ്യുകയും അതിലൂടെ യശസ്സ് സമ്പാദിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ ചതിക്കാൻ വേണ്ടി ബുദ്ധിപരമായി പ്രവർത്തിക്കും. പിതൃക്കൾക്ക് കോപം വരുന്ന രീതിയിൽ പെരുമാറും എന്നുള്ളതാണ് ഈ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായി ലഭിക്കുന്നത്. ഇതിൽ പൊതുവെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഒന്നുകൂടി ഗണിച്ച് നോക്കുകയാണെങ്കിൽ ദോഷങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ് 12-ലെ വ്യാഴൻ എന്ന് പറയുന്നത് തന്നെ. പ്രധാനമായും എത്രയ്ക്ക് ബുദ്ധിമാനായാലോ അല്ലെങ്കിൽ ധനം സമ്പാദിച്ച ആളാണെങ്കിലും എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും കയ്യിൽ ഇല്ലാത്ത രീതിയിലേക്ക് വരുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു കാലഘട്ടമാണ്. അഹങ്കാരം കുറയ്ക്കുക, അതേപോലെ തന്നെ വാക്ക് മൂലം നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലെ നഷ്ടപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ധനപരമായിട്ടുള്ള പ്രയാസങ്ങളും വാഹന നഷ്ടങ്ങളും ഭൂമി നഷ്ടങ്ങൾ എന്നിവയൊക്കെ വരും എന്നുള്ളതാണ് പറയുന്നത്. ദൈവപ്രീതി ഉണ്ടാക്കിയ ശേഷം നമ്മൾ കൂടുതലായിട്ട് ജോലിയിലൊക്കെ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നല്ല ശ്രമങ്ങൾ പ്രയത്നിക്കുക ഒക്കെ ചെയ്ത് ധനപരമായുള്ള പ്രശ്നങ്ങൾ തീരും എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു രാശി കൊണ്ട് പറയാം. ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം വരുവാനുള്ള സാധ്യതകളും എല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ദൈവപ്രീതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിദേശത്തോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം ആണ് എന്ന് പറയുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ശ്രദ്ധകൾ ഉണ്ടാവണം. എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ഉല്ലാസയാത്രകൾ പോകുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് പറയുക. കുടുംബങ്ങളൊത്തിച്ച് ഉല്ലാസയാത്രയെല്ലാം പോകുന്നതിനും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ഈ രാശിക്കാരെ പൊതുപ്രവർത്തനത്തിൽ ഉള്ളവർക്ക് അത്ര ഗുണകരമായ സമയം അല്ല എന്നുള്ളതും നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാശിക്കാർക്ക് മനസമാധാനം കുറയുകയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ജോലി കാര്യത്തിനോ പരീക്ഷാദികളിൽ വിജയങ്ങൾ കുറയുന്ന ഒരു സമയമാണ്. സ്ത്രീകൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവുകയും ദേഷ്യം കുറയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. ദാമ്പത്യത്തിൽ തൃപ്തികരമാവാൻ ഉമാമഹേശ്വരന്മാരെ പൂജിക്കുകയും മംഗല്യസിദ്ധിക്ക് വേണ്ടി വിവാഹത്തിന് അനുകൂലമാകുന്നതിനും ഉമാമഹേശ്വര പൂജകൾ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. വീടുപണി തുടങ്ങുന്നതും ഗൃഹപ്രവേശനത്തിനും അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുന്നു. കാർഷിക മേഖലയിലുള്ളവർക്കും അതേപോലെ തന്നെ വ്യവസായ മേഖലയിലുള്ളവർക്കും അനുകൂല സമയം തന്നെ ആവുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയാകുന്ന ഒരു കാലഘട്ടമാണ്. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സഹസ്രനാമങ്ങൾ നിത്യവും വീട്ടിൽ ജപിക്കുകയും അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യുകയും പുരുഷ സൂക്ത അർച്ചന ചെയ്യുകയും ചെയ്തുകൊണ്ടാൽ ഇവിടെ കാണുന്നതായ ദോഷങ്ങൾക്ക് കുറവുകൾ വരികയും ശിവക്ഷേത്രത്തിലെ പിൻവിളക്ക്, ധാര, കൂവളമാല എന്നീ വഴിപാടുകളും ചെയ്തുകൊണ്ടാൽ ദോഷകാഠിന്യം കുറയും എന്നുള്ളതും നിത്യവും നിങ്ങളുടെ കുലദൈവത്തെ പൂജിക്കുകയും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സന്ധ്യാനേരങ്ങളിൽ ഈശ്വര ഭജനം നടത്തുന്നതും ദോഷകാഠിന്യങ്ങളെ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുക. കർക്കിടക രാശിക്കാരെ കുറിച്ചാണ് പറയാനുള്ളത്. കർക്കിടക രാശി എന്ന് പറയുന്നത് തന്നെ പുണർദത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉണ്ടാവുക. പൊതുവെ ഇവർക്ക് വ്യാഴം 11-ൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ രാശിയിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഗ്രഹമാണ് 11-ലേക്ക് വന്നിരിക്കുന്നത്. സർവാഭിഷ്ട സ്ഥാനം എന്ന് പറയും, സർവകാര്യസിദ്ധി എന്ന് പറയാം. ഗുണപരമായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കാലഘട്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായ രോഗങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഭൂമി വാങ്ങുന്നതിനും ഗൃഹം വാങ്ങുന്നതിനും വീട് ആൾട്രേഷൻ ചെയ്യുന്നതിനും യോഗങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. കലാപരമായി നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷം അനുകൂല സമയമാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വരുമാനങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങളുടെ മാർക്കറ്റും വർദ്ധിക്കുന്നതായിരിക്കും. കലാപരമായിട്ടുള്ളതാണ് പറയുന്നത്.
വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വാങ്ങുവാനും വിലപിടിപ്പുള്ള വാഹനങ്ങളും ആഡംബര വീടുകൾ എന്നിവ സ്വന്തമാക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടം. ഗവൺമെൻറ് ജോലിയിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും അതേപോലെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റത്തോടു കൂടിയിട്ട് സ്ഥലം മാറ്റം, പ്രമോഷൻ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു. ശാസ്ത്ര മേഖലയിൽ ഉള്ളവർക്കും രാജ്യം അംഗീകാരങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. സന്താന ദുഃഖം മാറി സന്താന യോഗം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താനമില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്നെടുത്ത് പറയേണ്ടതായ ഒരു സമയമാണ്. കാരണം വ്യാഴൻ 11-ലാണ്, സർവാഭിഷ്ട സ്ഥാനാധിപനുമാണ് ഗ്രഹം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ തന്നെ ഭാഗ്യാധിപനും കൂടി ആണ് ആ ഒരു ഗ്രഹം എന്ന് പറയാം. അതുകൊണ്ട് വളരെ നല്ലൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവികരുടെ അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദമ്പതികൾ പിണങ്ങിയിരിക്കുന്നവരെല്ലാം ഐക്യതയോട് കൂടിയിട്ടിരിക്കും. സ്ത്രീകൾക്കും വീട്ടിൽ മനസമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുകയും അതേപോലെ തന്നെ ജോലി സംബന്ധമായ പരീക്ഷകളിലും ഉന്നത വിജയം നേടുവാനും സാധിക്കും. തുടർ പഠനത്തിന് അവസരം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. അടുത്ത് പറയാനുള്ളത് കാർഷിക മേഖലയിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതും വിളവെടുപ്പിലൂടെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതായ കടൻ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. കാർഷിക മേഖലയുള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുന്നു. ശ്രീരാമസ്വാമിയെ നിത്യവും ഭജിക്കുന്നതും അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലൂടെ പത്രമാധ്യമ രംഗത്തുള്ളവർക്കും വളരെ അനുകൂലമാണ് എന്ന് പറയുന്നു. കായിക താരങ്ങൾക്കും കായിക രംഗത്തുള്ളവർക്കും അനുകൂല ഒരു കാലഘട്ടമാണ്. ശത്രുക്കളുടെ ബാധ ഉപദ്രവ ദോഷങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. മനസ്സമാധാനം കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾക്കും വീട്ടിലെ സമാധാനങ്ങളെല്ലാം ലഭിക്കും. ജോലി സ്ഥലത്തും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ശാപദോഷങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടമാണ്. സന്താന ഗുണങ്ങളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് നമുക്ക് സമാധാനം കൂടുന്ന ഒരു കാലഘട്ടമായ സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് എന്ന് പറയാം. ശാപദോഷങ്ങൾ കുറയുന്നതും കാണുവാൻ സാധിക്കും. വിദേശത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. വിദേശത്തുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും ചതി വഞ്ചനകൾ വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് കാണുന്നതായ ശാരീരിക രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും. വളരെ നല്ലൊരു കാലഘട്ടം ആണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവകടാക്ഷം കൂടി ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു കർക്കിടക രാശിക്കാർക്ക് പൊതുവെ പറയാം മുൻകോപങ്ങൾ ജാസ്തിയായിരിക്കും. അത് കുറയ്ക്കാൻ ശ്രമിക്കുക. പുരുഷനായാലും സ്ത്രീ ആയാലും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയാം. എങ്കിലിപ്പോൾ നമുക്കിവിടെ വിഷ്ണു പ്രീതിയും ശനീശ്വര പ്രീതിയും ഉണ്ടാക്കിയാൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കും എന്നുള്ളതാണ് പറയാം. ദോഷാധിക്യം കുറഞ്ഞ് ഗുണാധിക്യം കൂടുന്ന കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു. നിത്യവും കുലദൈവത്തെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വീട്ടിൽ ദിവസവും സന്ധ്യാനാമങ്ങൾ ജപിക്കുന്നതും ദോഷകാഠിന്യത്തെ കുറച്ച് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടതായ മറ്റൊരു കാര്യം. നന്ദി. നമുക്ക് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ രാശിക്കാരെ എന്ന് പറയുന്നത് ചിങ്ങക്കൂറാണ്. ചിങ്ങം രാശി ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് വ്യാഴൻ 10-ൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. മഖവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം 10-ൽ നിൽക്കുന്ന കാലഘട്ടമാണ്. തൊഴിലിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് പറയുക. ചീത്ത കൂട്ടുകെട്ടിലൂടെ തൊഴിലിൽ അപകീർത്തി കേൾക്കാനുള്ള സാധ്യതകളും സ്ഥാനഭ്രംശം നേരിടുവാനുള്ള സാധ്യതകൾ കൂടി പറയാം. ധനനഷ്ടം വരുവാനും തൊഴിലിൽ മുടക്കിയതായ പണങ്ങൾ നമുക്ക് തിരിച്ച് ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി കാണുന്നു. തൊഴിൽ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ എന്ന് പറയാം. ബന്ധനാവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഗൃഹത്തിൽ നാനാവിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന കാലഘട്ടമായിരിക്കും. ജാതകത്തിൽ ദശാനാഥൻ ബലവാനായിരുന്നാൽ അതേപോലെ തന്നെ അച്ഛനേക്കാളും ജ്യേഷ്ഠന്മാരെക്കാളും അധികം തേജസ്വിയായി ഭവിക്കുന്ന ഒരു ജാതകമാണ് അല്ലെങ്കിൽ ഒരു നക്ഷത്ര ജാതകരാണ് ഈ ഒരു രാശി എന്ന് പറയുന്നു. പുത്രന്മാരുടെ വളർച്ചയിൽ സന്തോഷം ലഭിക്കുകയും ചെയ്യും. അച്ഛനും മക്കളും തമ്മിൽ ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. കലഹങ്ങൾ മൂലം പിരിഞ്ഞു ജീവിക്കുവാൻ അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു എന്ന് പറയാം. പുതിയ തൊഴിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കാനോ
പാടില്ല എന്നുള്ളതാണ് പറയാം. ഉള്ള ജോലിയിൽ തന്നെ നിങ്ങൾ അതേപോലെ നിലനിർത്തുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾക്ക് ജോലിയിലുണ്ടാവുന്ന വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും എന്നാണ് പറയാം. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. ജീവിത പങ്കാളിയുമായി പിരിഞ്ഞു ജീവിക്കേണ്ടതായിട്ട് വരും. നീച ബന്ധങ്ങളുമായി പ്രവർത്തിച്ച് ധനനഷ്ടങ്ങളും രോഗവും വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നീചബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അന്യ പുരുഷന്മാരുമായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർ അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെയാണ് പറയുന്നത്. അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നു. അത് ധനനഷ്ടത്തിനെയും അതിലൂടെ തന്നെ മാനഹാനിയും ഉണ്ടാകും എന്നുള്ളതാണ് പറയുക. നാട് വിട്ടു പോകേണ്ടതായ അവസ്ഥകൾ വരെ വരും എന്നുള്ളതാണ് പറയുക. അതിലൂടെ തന്നെ മാറാ രോഗങ്ങൾ വരുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാഗ്രഹം മൂലം ധനനഷ്ടം വരാനും അതിലൂടെ കുടുംബകലഹം ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ കാണുന്നു. തൊഴിൽ മേഖലയിൽ അപവാദം കേൾക്കുവാനും ദരിദ്രം ഉണ്ടാകുവാനുമുള്ള സാധ്യതകൾ നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ കഷ്ടതകളും നഷ്ടങ്ങളൊക്കെ അധികം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്ന നക്ഷത്രങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുകൂലമല്ലാത്തൊരു കാലഘട്ടമാണ് പറയുക. കോടതിയോ ആയാലും അതേപോലെ തന്നെ വ്യവഹാരം എന്നിവ ദോഷങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. പാപകർമ്മവും നീചകർമ്മവും ചെയ്യാൻ പ്രേരണ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ കൈക്കൂലി അല്ലെങ്കിൽ വാതുവെപ്പ് മൂലം കാരാഗ്രഹബന്ധനം, ജയിൽവാസം അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു. പ്രമേഹം, ഗുഹ്യ രോഗം, അതേപോലെ തന്നെ അംഗങ്ങൾക്ക് വൈകല്യം വരാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുക. ഔഷധ സേവ തീർച്ചയായും വേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. കുട്ടികളുടെ പഠനത്തിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിൽ നമ്മൾക്ക് അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതകൾ കാണുന്നു. പരീക്ഷാദികളിൽ ഈ നക്ഷത്ര ജാതകത്തിലുള്ള കുട്ടികൾക്ക് വിജയ ശതമാനം കുറയുവാനുള്ള സാധ്യത കാണുന്നു. അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിലുള്ള കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും കാലതാമസങ്ങൾ വരുന്ന സാധ്യതകൾ കാണുന്നു. ആഗ്രഹിച്ച കോളേജുകൾ പഠനത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ജാതകത്തിലുണ്ടാകുന്ന ഗ്രഹത്തിൻ്റെ ദശാനാഥൻ്റെ ഫലാഫലങ്ങൾക്കനുസരിച്ച് ദോഷങ്ങളുടെ കാഠിന്യത്തിനും ഏറ്റക്കുറച്ചിലുകൾക്കും മാറ്റങ്ങൾ വരും. വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസവും മുടങ്ങാതെ ചെയ്യുക. പോയി കഴിഞ്ഞാൽ നെയ്വിളക്ക്, തുളസിമാല, പാൽപായസം, പുരുഷ സൂക്തം കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാൽ ദോഷകാഠിന്യം കുറയും എന്നുള്ളതാണ് പറയാം. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കന്നിക്കൂറുകാരെ കുറിച്ചാണ്. കന്നിക്കൂർ എന്ന് പറയുന്നത് ഉത്രത്തിന്റെ വ്യാഴത്തിന്റെ ആദ്യ പകുതിയിൽ ചെയ്യുന്ന രാശിയാണ്. ഈ കന്നിക്കൂറിൽ കന്നി ഭാവത്തിന്റെ അധിപതിയൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ 4ാം ഭാവം എന്ന് പറയുന്നത് മാതാ സുഹൃൽ മാതുലഭാഗ്നയോ ക്ഷത്രം സുഖം വാഹനമാസനഞ്ച ലാളിത്യമമ്പ ശയനഞ്ച വൃദ്ധി പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാൽ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൂടെ തന്നെ വീട് മേടിക്കുവാനും വാഹനങ്ങൾ മേടിക്കുവാനും അതേപോലെ തന്നെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ വ്യാഴം 9 വരുന്ന കാലഘട്ടം വരെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങുക, അതേപോലെ വീട് മൂടി പിടിപ്പിക്കുക, അനുകൂലമായ വളരെ നല്ല കാലഘട്ടമാണ്. മുടങ്ങിക്കിടക്കുന്ന പണങ്ങളൊക്കെ വന്നു ചേരും. ആഡംബരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പണപരമായ പ്രശ്നങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നെടുത്ത് പറയണം. ഗവൺമെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. അതേപോലെ ബ്രാഹ്മണരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവുക, അവരുടെ ശാപങ്ങളൊക്കെ മാറിക്കിട്ടുക, അതിലൂടെ ജ്ഞാനം, അറിവ് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമുക്ക് എടുത്ത് പറയാം. കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ബന്ധുക്കൾ പോലും ഇന്ന് നിങ്ങളെക്കുറിച്ച് ഇനിമേൽ നല്ലത് പറയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വർഷത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ കുറച്ച് കഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റു വിഷയത്തിലൊന്നും പേടിക്കേണ്ടതായ കാര്യങ്ങൾ ഇല്ല. ശരിയായ രീതിയിൽ ജോലി ചെയ്ത് പണം നേടുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സ് ചഞ്ചലമായി അധർമ്മത്തിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുക. ഈ രാശി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ വിവാഹത്തിനും വളരെ അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്ക്, സന്താനമില്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഗുണങ്ങളും കാണുന്നുണ്ട്. ധനം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്.
സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മസിദ്ധി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദാമ്പത്യത്തിലുണ്ടാവുന്ന പ്രയാസങ്ങൾ മാറി സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക് എന്ന് നമുക്ക് എടുത്തു പറയാം. ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ നക്ഷത്ര ജാതകർ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കുവാനും കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനുള്ള ഒരു ശ്രവണ ശക്തി നമുക്കുണ്ടാവുകയും അതേപോലെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും നമുക്ക് തൽപരത ഉണ്ടാവും എന്നുള്ളതാണ്. അതിലൂടെ സാധ്യമാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയാം. ദീർഘായുസ്സാണ് മറ്റൊരു കാര്യം പറയുന്നത്. അപ്പോൾ ദീർഘായുസ്സൊക്കെ ഉള്ളൊരു സമയം തന്നെ എന്ന് പറയുന്നു. അസുഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. നിങ്ങളുടെ മരുന്ന് അല്ലെങ്കിൽ ഔഷധ സേവകളെല്ലാം നിങ്ങൾ ദേഹത്ത് പിടിക്കുകയും അതിലൂടെ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഐശ്വര്യം വന്നു ചേരും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. ശത്രുക്കളുടെ മേൽ വിജയം നേടിയെടുക്കാൻ കഴിയും എന്നും പൂർവിക സ്വത്ത് നമുക്ക് കൈക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. കേസിൽ ഉന്നത വിജയം ലഭിക്കും. ആഗ്രഹിച്ച ഭക്ഷണങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ചതിയിലൂടെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. സ്ത്രീ പുരുഷ വിഷയത്തിൽ അപകീർത്തിയിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലൈംഗിക താല്പര്യം കൂടും. വിധവകളുമായി ഭോഗിക്കുവാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പൂർവ്വജന്മശാപം അനുഭവത്തിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അന്യ സ്ത്രീകളുമായി അകലം പാലിക്കുന്നതും വളരെ നല്ലതാണ് എന്ന് പറയുന്നു. ഇനി സന്താനങ്ങൾ, കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് നമുക്ക് സന്താനങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ജോലിയെല്ലാം നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. ശരീരകാന്തിക്ക് മങ്ങൽ ഏൽക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സന്താനങ്ങളെ കൊണ്ടും കളത്രത്തെ കൊണ്ടും വ്യാകുലപ്പെടേണ്ടതായ വിഷയങ്ങൾ വന്നു ചേരും. ദുർമാർഗ സംസർഗ ചിലപ്പോൾ ആപത്തിൽ ചെന്നെത്തിക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. എങ്കിലും ഇവിടെ വളരെ നല്ലൊരു കാലഘട്ടമാണ്. പൂർവികരുടെ അനുഗ്രഹങ്ങളും വ്യാഴൻ 9 നിൽക്കുന്നതും അപ്പോൾ നമുക്ക് വിവാഹം, അതേപോലെ തന്നെ സന്താന യോഗം, വീട്, വാഹനങ്ങൾ, കൃഷി എല്ലാം നമുക്ക് നല്ല ഒരു അനുകൂലം തരുന്നതാണ്. താന്ത്രികമായിട്ടുള്ള ആളുകൾക്ക് വളരെ അനുകൂലം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. എങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, പുരുഷസൂക്തം എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും അയ്യപ്പ ക്ഷേത്രത്തിൽ നീലാഞ്ജനം, നെയ്വിളക്ക്, നവഗ്രഹ പൂജ എന്നിവ ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ 9 വലത്ത് ഇടുന്നതും ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാം. ഇതിലിപ്പോൾ പറയേണ്ടത് പറഞ്ഞാൽ നമ്മുടെ നിത്യവും കുലദൈവത്തെ തൊഴുകുന്നതും അതേപോലെ തന്നെ കുലദൈവത്തെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും സന്ധ്യാസമയങ്ങളിൽ നാമജപങ്ങൾ നടത്തുന്നതും ഗുണങ്ങളെ കൂടുതലായിട്ട് ചെയ്യും. വീട്ടിലെ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നന്ദി. ഇപ്പോൾ തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. ചിത്രയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ 1/4 ഭാഗവും ചേരുന്ന ഈ നക്ഷത്ര ജാതകർക്ക്, അതായത് തുലാം രാശിക്കാർക്ക് വ്യാഴൻ അഷ്ടമത്തിൽ വരുന്നൊരു കാലഘട്ടമാണ്. ഷഷ്ടം ദ്വാദശമഷ്ടമഞ്ചമുനിയോ ഭാവാൻ അനിഷ്ടാൻവിത തന്നാ ധന്യത വീക്ഷിതോ യുവാച ഭാവ സ്വയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് 8-ൽ ഗുരു വരുന്ന കാലഘട്ടങ്ങൾ അതികഷ്ടോഷ്ടമ എന്ന് പറഞ്ഞത്. അപ്പോൾ കഷ്ടങ്ങളധികം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക, വളരെ ആഗ്രഹിച്ചു വാങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു വാങ്ങിയതോ കെട്ടിയതോ ആയ വീടുകൾ നഷ്ടപ്പെടേണ്ടതായ ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതും കൂടി എടുത്തു പറയാം. പൂർവിക സ്വത്തുക്കൾ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് നഷ്ടപ്പെടേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ആപത്തുകൾ വന്നു ചേരുന്നതാണ്. അന്യരുമായി കലഹിക്കുകയും കാര്യവിഘ്നങ്ങൾ, രോഗ ആരംഭം, സ്ത്രീകളുടെ ആണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ മനപ്രയാസങ്ങൾ നേരിടുക, ദാമ്പത്യത്തിൽ തൃപ്തി ഉണ്ടാവാതിരിക്കുക, അന്യപുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടുക എന്നിവ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതാണ് പറയാം. ധനനഷ്ടങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ ആരംഭിക്കാൻ പാടില്ല ഈ ഒരു സമയം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജോലിയിൽ സ്ഥലം മാറ്റം വരാനുള്ള സാധ്യതകളും കാണുന്നു. ജോലി മാറാൻ പാടില്ല. ഇപ്പോൾ ജോലിയിലുള്ള ആളുകൾ ജോലി മാറുവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. സന്താനങ്ങളെ കൊണ്ട് നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കും എന്നാണ് പറയാം. സന്താനങ്ങൾ പ്രണയത്തിലാകുന്നതും അതേപോലെ തന്നെ ഈ പ്രണയ സംബന്ധപ്പെട്ടും നമ്മൾക്ക് ഒരുപാട് അപവാദങ്ങൾ കേൾക്കുവാനും സാധ്യതകളൊക്കെ കാണുന്നുണ്ട്.
പഠനങ്ങൾ മുടങ്ങുവാനുള്ള സാധ്യത കാണുന്നു. പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പറയാം. സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതികൾക്ക് അവരുടെ ദുഃഖത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താന യോഗം കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവിടെ തന്നെ പൊതുവെ നമുക്ക് പറയുമ്പോൾ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴനായതുകൊണ്ടും ആ വ്യാഴൻ 3-ാം ഭാവാധിപനും ശത്രു 6-ാം ഭാവാധിപനും ശത്രുസ്ഥാനാധിപനും ആയതുകൊണ്ട് തന്നെ ശത്രു ബാധ ഉപദ്രവങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണെന്ന് പറയാം. ദൈവവിശ്വാസങ്ങളൊക്കെ കുറയും. ഉപരിപഠനത്തിന് യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. കർഷകർക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ തന്നെ പണം കടൻ കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കും. കലാ സാഹിത്യ മേഖലയിൽ ഉള്ളവർക്ക് അപകീർത്തിയാണ് അവരുടെ ഫലം. കൂടെ ഉള്ളവരിൽ നിന്നും ചതി വഞ്ചനകളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ നമുക്കിവിടെ പറയുമ്പോൾ തന്നെ ഈ അഷ്ടമഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ രോഗത്തിൽ നിന്നൊക്കെ മൂർച്ഛിച്ച് രോഗാവസ്ഥ വന്ന് നമ്മൾ കിടക്കേണ്ടതായ അവസ്ഥകളൊക്കെ വരും. ധനപരമായുള്ള ചിലവുകളും കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രമോ ദർശനം ചെയ്യുക, ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, നെയ്വിളക്ക്, തുളസിമാല നിവേദ്യം സമർപ്പിക്കുക. ഇനി പോകാൻ പറ്റില്ല, ദൂരത്താണെങ്കിൽ നക്ഷത്ര പൂജ ചെയ്യുന്നതും ഗുണം ചെയ്യും. നക്ഷത്ര ദിവസങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നതും വളരെ ഗുണമാണ്. അയ്യപ്പ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും ഗുണം ഉണ്ടാക്കുവാൻ സാധിക്കും. ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ നിത്യ ദീപം തെളിയിച്ച് കുലദൈവത്തെ തൊഴുകുന്നതും പ്രാർത്ഥിക്കുന്നതും, അതിലൂടെ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് ഉന്നത വിജയങ്ങളും തടസ്സങ്ങളൊന്നും ഇല്ലാതെ നല്ല ലാഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാം. സന്ധ്യാസമയങ്ങളും അതേപോലെ തന്നെ ദീപം വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ ഉണ്ടാവുക. ഈ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു നിന്നൊരു കാലഘട്ടമായിരുന്നു. 7ാം ശനിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കണ്ടകശനിയിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഉടനെ വ്യാഴൻ 7ലേക്ക് നിൽക്കുകയും ആ 7 നിങ്ങളുടെ രാശിയെ നോക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും. ചാരവശാൽ 7 വരുന്ന കാലഘട്ടമാണ് വ്യാഴൻ. ബുദ്ധി സാമർഥ്യം, വാക് സാമർഥ്യം, കാര്യസിദ്ധി, ധനലാഭയോഗം, വിദേശത്ത് ജോലി, തൊഴിൽ അഭിവൃദ്ധി, ലൈംഗിക ഉണർവ്, വിവാഹയോഗം, ദമ്പതി ഐക്യമത്യം, അന്നദാനം, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും, അതേപോലെ തന്നെ വലിയ വലിയ ആളുകളുമായിട്ട് ചങ്ങാത്തം, VIP-കളുമായിട്ട് ചങ്ങാത്തം ലഭിക്കുന്നതും എല്ലാം കായിക മേഖലയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഉണർവ് ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ളതായ ഒരു സമയമാണ് എന്ന് പറയുന്നു. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുവാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനൊക്കെയുള്ള സമയമാണ് എന്ന് പറയുന്നു. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ശാരീരിക സുഖവും ലഭിക്കുകയും ഐശ്വര്യം ഉണ്ടാവുകയും കടൻ പ്രശ്നം തീർന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ 7ാം ഭാവത്തിൽ 7ാം ഭാവം എന്ന് പറയുന്നത് തന്നെ വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. വിവാഹം, ഭാര്യ, കുട്ടികൾ, ലൈംഗിക താല്പര്യം, ഇതെല്ലാം നമ്മൾ ആ 7ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നത്, പോക്കുവരവ് എന്ന് പറയും, വിദേശത്ത് പോകാനും വരുവാനുമുള്ള സാധ്യതകളൊക്കെ 7ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ പൊതുവെ നല്ല സമയമാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗന്ധർവന്മാരുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ രാക്ഷസോപദ്രവങ്ങളൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ആ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളതായ ഫലം. പിന്നെ സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുരുഷന്മാർക്കും ആരോഗ്യപരമായി രോഗം വരും, ശ്രദ്ധിക്കേണ്ടതാണ്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കും. സ്വജനങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. കുലദൈവ പ്രീതിക്കായി പൂജകൾ ചെയ്യുക. വാഹനങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിന് കലാശിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രണയ സംബന്ധമായി ചതിയിൽ വീഴാൻ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ശനി 4ലാണ് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അപകീർത്തിയിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പൊതുവെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. പൊതുവെ നമുക്കിവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ പുതിയ ബിസിനസ്സിൽ നിന്നും ധനലാഭയോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുബാധ ദോഷങ്ങളൊക്കെ കുറയും. വിവാഹ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കോടതി മൂലം പരിഹരിക്കാവുന്നതാണ്. വിവാഹ തടസ്സങ്ങൾ മാറി
വിവാഹം നടക്കുവാനും സാധിക്കും. ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ ഗുണം ചെയ്യുന്നതാണ്. സന്താനം ഉൽപാദന യോഗങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതകളുണ്ട്. സ്ത്രീകൾക്ക് ഉന്നത കുലത്തിൽ വിവാഹം നടക്കുന്നതായിരിക്കും. സ്ത്രീകൾക്ക് ബിസിനസ്സിലും ജോലിയിലും പേരും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും. കലാമേഖലയിലുള്ളവർക്ക് നല്ല ഒരു കാലഘട്ടമാണ്. കലാ, സാഹിത്യം, അതേപോലെ തന്നെ കരകൗശലം എന്നീ ആളുകൾക്കും വളരെ ഗുണം ചെയ്യുന്നൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ പൊതുവെ നല്ലൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് തന്നെ ഈ വ്യാഴം 7 നിൽക്കുന്നതുകൊണ്ട് തന്നെ, ഗുരു 7 നിൽക്കുന്നത് നല്ലൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനായിക്കൊണ്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുക, സഹസ്രനാമം ജപിക്കുക, പുഷ്പാഞ്ജലി, നെയ്ദീപം, ഭാഗ്യസൂക്തം എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. അയ്യപ്പസ്വാമിക്ക് നെയ്ദീപം, ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്പായസം എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും ഈ കണ്ടകശനി ഉള്ളത് കൊണ്ട് തന്നെ കണ്ടകശനി ദോഷങ്ങൾ മാറുവാനായിക്കൊണ്ട് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളും ചെയ്തുകൊണ്ട് ദോഷകാഠിന്യം കുറയും എന്നുള്ളത് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. രാശി ഫലങ്ങൾ. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉണ്ടാവുക. വ്യാഴൻ അഥവാ ഗുരു 6ാം ഭാവത്തെങ്കിൽ നിൽക്കുന്നു. 6ാം ഭാവം അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിയുമാണ്, 4ാം ഭാവത്തിൻ്റെ രാശിയുമാണ്. ആ ഗ്രഹം വന്നു നിൽക്കുന്നത് 6ലാണ്. ഗുരു 6ൽ നിൽക്കുന്ന കാലഘട്ടം, ഈ ഒരു കാലഘട്ടം ഭൂസ്വത്തുക്കൾ നശിക്കുക, ശത്രുബാധ ഉപദ്രവങ്ങൾ കൂടും, കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും, ആയുസ്ഥാനം ഫലം കുറയും, സൽക്കർമ്മങ്ങളിൽ ചെയ്യുവാനായിക്കൊണ്ട് ധനവ്യയം ഉണ്ടാക്കും, ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ നഷ്ടം സംഭവിക്കുകയും ചെയ്യും, ധനം ഐശ്വര്യം കുറയും, വാഹനങ്ങളിൽ നിന്നും അപകടം, മാതാവിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. യന്ത്രപരമായി തൊഴിൽ ചെയ്യുന്നവർക്കും ധനലാഭം ലഭിക്കുന്നൊരു കാലഘട്ടം, വീട് പണി പൂർത്തീകരിക്കുന്നൊരു കാലഘട്ടമാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുവെ നമുക്ക് ഇവിടെ നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. മെഡിക്കൽ സംബന്ധമായ പഠനങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. വ്യാഴൻ അഥവാ ഗുരു 6ൽ നിൽക്കുന്ന കാലഘട്ടം വ്യാധികളെ കൊണ്ട് ദുഃഖിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകും. പൂർവിക സ്വത്ത് കൈവിടുന്ന ഒരു കാലഘട്ടമാണ്. വീട്ടിൽ മനസമാധാനമായ അല്ലെങ്കിൽ മാനസികപരമായ പ്രയാസങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. ശരിക്കും വ്യാഴൻ 6ൽ നിൽക്കുമ്പോൾ തന്നെ ശത്രുദോഷങ്ങൾ കൂടാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ഈ ജാതകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാരഫലത്തിൻ്റെ അധിപൻ വ്യാഴനായതുകൊണ്ട് തന്നെ വലിയ ശത്രുബാധാ ദോഷങ്ങൾ ഉണ്ടാവില്ല, എങ്കിലും രോഗങ്ങളുണ്ടാവും. രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഔഷധ സേവ നടത്തി കഴിഞ്ഞാൽ രോഗങ്ങളുടെ കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയാം. മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. ശസ്ത്രക്രിയ യോഗങ്ങളോ അല്ലെങ്കിൽ ആയുധം കൊണ്ട് മുറിവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. രോഗസംബന്ധമായും വ്യാധിയും കൂടുതൽ ഉള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുക. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. തസ്കരന്മാർ ഗൃഹത്തിൽ കയറുവാനുള്ള യോഗം കാണുന്നുണ്ട്. ശത്രുബാധ തടസ്സം മൂലം കാര്യവിഘ്നങ്ങൾ ഉണ്ടാകും. അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അപവാദങ്ങൾ കേൾക്കാനുള്ള യോഗം കൂടി എടുത്തു പറയണം. ധനനഷ്ടം മൂലം വീട് വിട്ടിറങ്ങുവേണ്ടതായ ഒരു യോഗം കാണുന്നു. ശത്രുബാധ ഉപദ്രവം കൊണ്ട് ഗൃഹത്തിൽ നിന്നും അല്ലെങ്കിൽ ദേശത്തിൽ നിന്നും മാറി താമസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ വ്യാഴൻ 6ൽ നിൽക്കുകയും ഈ ഒരു കാലഘട്ടം ഒരു വർഷം വരേക്ക് നമുക്ക് വിഷ്ണു പ്രീതി അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ പോയിട്ട് സഹസ്രനാമ അർച്ചനയും നെയ്ദീപവും പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലിയും തുളസിമാല നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. ഭക്തി മനസ്സിലുണ്ടാവണം, വഴിപാടല്ല മുഖ്യം. അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മുടങ്ങാതെ വ്രതം എടുക്കുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതാണ് പറയാം. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല എന്നിവ ചാർത്തുന്നതും വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ കുലദൈവത്തെ നിത്യവും രാവിലെ ദീപം കൊളുത്തി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും സന്ധ്യാനേരങ്ങളിൽ ഈശ്വര ഭജനം നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറഞ്ഞ് നമ്മൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ദശാനാഥനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ഇത് നമ്മൾ സംസാരിക്കുന്നത് മകരക്കൂറുകാരെ കുറിച്ചാണ്. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും
തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിലുണ്ടാവുക. അപ്പോൾ മകരം രാശിയുടെ ഫലങ്ങളും ഈ നക്ഷത്ര ജാതകരുടെ ഫലങ്ങളുമാണ് പറയുന്നത്. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ചാരവശാല്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ മകരക്കൂറിൽ ജനിക്കുന്നവർക്ക് പൊതുവെ ഒരു സാത്വികരാണ്. എപ്പോഴും ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നവരും അതേപോലെ തന്നെ വിനീതമായി സംസാരിക്കുന്നവരുമായിരിക്കും. മടിയന്മാരുമാണ്. ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കോപിഷ്ഠരാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. ബന്ധുക്കളുമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകും. വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കും. വാക്ക് മൂലം കലഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവിടത്ത് സംസാരിച്ച കലഹങ്ങൾ ഉണ്ടാക്കും. സന്താനങ്ങളെ കൊണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ആളുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നക്ഷത്ര ജാതകർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ളവരുമായി അന്യരുമായി കലഹിക്കുക, ആ കലഹം മൂലം സന്തോഷം ആനന്ദം ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ആളുകളായിരിക്കും. പുത്രന്മാർ പറഞ്ഞാൽ കേൾക്കുന്നവരാകില്ല എന്നുള്ളതും കൂടി എടുത്തു പറയണം. സ്വന്തം ഇഷ്ടപ്രകാരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യാഴം 5-ൽ വരുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ ഒരു സമയമാണ് എന്നും കൂടി പറയുന്നു. വിദേശത്തെ പഠനത്തിന് യോഗം കാണുന്നു. അതേപോലെ തന്നെ ഈ ദൈവികപരമായിട്ടുള്ള പഠനത്തിനും അതേപോലെ തന്നെ അവർക്ക് അധികം ഭക്തിയും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. കോടതിയിൽ ഇരിക്കുന്ന കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാവും. അപവാദങ്ങൾ കേട്ടത് അതിൻ്റെ കാഠിന്യം കേട്ടത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ട് കലഹിക്കും. വിവാഹ തടസ്സം മാറി വിവാഹ മംഗളാദി കർമ്മങ്ങൾ നടക്കുവാനും ദാമ്പത്യത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുവാനുമുള്ള സാധ്യതകൾ എടുത്തു പറയണം. അതേപോലെ തന്നെ ആ ഈ ഒരു ഏഴരശനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന കാലഘട്ടം ദാമ്പത്യത്തിലെ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷവും ഐക്യതയും സമാധാനവും ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. സന്താനമില്ലാത്തവർക്ക് സന്താന ഉൽപാദന യോഗം കാണുന്നു. സന്താന യോഗത്തിനുള്ള സമയമായിട്ടുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഏഴരശനിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയാം. അതുകൊണ്ടും ഏഴരശനിയും വ്യാഴം ഉള്ളത് കൊണ്ട് തന്നെ വ്യാഴം 5-ലുള്ളത് കൊണ്ട് തന്നെ ഉദര സംബന്ധപ്പെട്ട വ്യാധികൾ ഉള്ള ആളുകൾക്കും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കും രോഗമെല്ലാം മാറിക്കിട്ടും. ദുരിതങ്ങൾ ഉണ്ട്. അപ്പം അതിന് നമുക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയാം. വീട് വിട്ടിട്ട്, സ്വന്തം വീട് വിറ്റിട്ട് ഒന്നല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗമോ കാണുന്നുണ്ട്. ചതിയിലൂടെ പണം നഷ്ടമാവും, ശ്രദ്ധിക്കണം. വിദേശത്തെ ജോലി തേടി നടക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ബിസിനസ്സിൽ സ്വപ്രയത്നത്തിലൂടെ കാര്യലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണം വാങ്ങിയോ ഭൂമി വാങ്ങിയോ പണം കിട്ടാത്തവർക്ക് പണം കൊടുത്തത് തിരിച്ച് ലഭിക്കാത്തവർക്ക് പണം തിരികെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു. നല്ല തീരുമാനം എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുന്നിലൊരു പേരും ഒരു സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. ചില ആളുകളുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കലഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് മൂലം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം അവസാനിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ദോഷങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. നീചജനങ്ങളുമായി സുഹൃത്ത് ബന്ധം ഒഴിവാക്കുക. അതുമൂലം ദാമ്പത്യത്തിൽ പ്രയാസങ്ങൾ വരാം. ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ അപവാദങ്ങളോ വന്നേക്കാം. ഏഴരശനി ഉള്ളതുകൊണ്ട് തന്നെ ജയിൽവാസ യോഗം കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴപ്രീതിക്കായിക്കൊണ്ട് മഹാലക്ഷ്മി പൂജ ഗൃഹങ്ങളിൽ ചെയ്യുന്നതും മന്ത്രങ്ങൾ 108 പ്രാവശ്യം ഒരു ജപം ചെയ്യുന്നതും ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്ത് യഥാശക്തി വഴിപാടുകൾ കൊടുക്കുന്നതും ദോഷകാഠിന്യത്തിന് കുറയും എന്നുള്ളതാണ് പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ കുലദൈവത്തെ നിത്യവും തൊഴുകുന്നതും ദീപം കൊളുത്തി പ്രാർത്ഥിക്കുകയും സന്ധ്യാനേരങ്ങളിൽ നാമജപങ്ങൾ ചെയ്യുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കുവാൻ സാധിക്കും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കുംഭക്കൂറുകാരെ കുറിച്ചാണ്. കുംഭക്കൂറ് എന്ന് പറയുന്നതിന് അവിട്ടത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയവും പൂരോരുട്ടാതി 1/4 ഭാഗവും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുണ്ടാവുക, കുംഭം രാശിയിലുണ്ടാവുക. ഇവർക്ക് ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴൻ 3-ൽ നിന്നും 4-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതുകൊണ്ട് തന്നെ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൊതുവെ പറയും പാണ്ഡവ ഭിക്ഷാടനം എന്ന് പറയും. അതൊരു ജനറലായിട്ടുള്ള ഒരു വാക്കാണത്. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ എല്ലാ സാമ്രാജ്യങ്ങളും പദവിയും നഷ്ടപ്പെട്ട് വനവാസം ചെയ്ത പോലെ പാണ്ഡവരെ പോലെ എന്ന് പറയും. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫലം അതാണ്. ജന്മത്തിൽ ശനിയും നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ കരകൗശലങ്ങൾ, തൊഴിലിൽ ഭയങ്കര കൗശലങ്ങൾ ഉണ്ടാവുക, ബുദ്ധിപരമായി തുടങ്ങുന്ന കാര്യങ്ങൾ പലതും പതനങ്ങൾ സംഭവിക്കുക, ദാമ്പത്യ പ്രശ്നങ്ങൾ വരിക, ദാമ്പത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുക, സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരിൽ ലൈംഗികാസക്തി ഉണ്ടാവുക, പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളിൽ ലൈംഗികാസക്തി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ളതായ ഫലങ്ങളാണ് പറയുക. വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും. ധനപരമായുള്ള പ്രയാസങ്ങളും ശത്രുബാധ ഉപദ്രവങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളും അനുഭവിക്കും. ശത്രുക്കളുടെ ആഗമനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ പറ്റില്ല. പരീക്ഷാദികളിൽ വിജയം അല്ലെങ്കിൽ മാർക്കുകളെല്ലാം കുറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഉപരിപഠനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കാർഷിക മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. അന്യരുടെ ഇടപെടൽ, അപകർഷതാബോധം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. സ്വത്ത് തർക്കം മൂലം കലഹങ്ങളും അടിപിടിയും അതിലൂടെ ജയിൽവാസവും കോടതി കയറ്റവും എന്നിവ കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. നീച സ്ത്രീകളുമായി സഹവാസം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം എന്നിവ ഒഴിവാക്കുക. അതുമൂലം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വിവാഹമോചനം വരെയൊക്കെ ഉണ്ടാകാം. ധനപരമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ലോൺ എടുക്കുകയും അതിലൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ജീവിത പങ്കാളികൾക്കും സന്താനത്തിനും നല്ല ഒരു സമയമാണ്. നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നു. അപമൃത്യു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് പറയാം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, അന്യ സ്ത്രീകളോ അല്ലെങ്കിൽ അന്യ പുരുഷനോ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുവാനുള്ള യോഗം വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. അന്യരുടെ പണത്തിൽ അസൂയ ഉണ്ടാകുന്ന ഒരു പ്രവണത ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് കൂടിയവരും അതേപോലെ തന്നെ ലുബ്ധനും ആയിരിക്കും എന്നുള്ളതും കൂടി എടുത്ത് പറയണം. ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ഈ ഒരു പറഞ്ഞ അവിട്ടം, ചതയം, പൂരോരുട്ടാതി ജോലിയിൽ സ്ഥാനനഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു. ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലികൾ ലഭിക്കില്ല. അവിടെ മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. വ്യവസായ മേഖലയിലുള്ളവർക്കും അതേപോലെ തന്നെ യന്ത്രവൽക്കരണത്തിലും വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതും കൂടി പറയുന്നു. ശരീരത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ 7.5 ശനിയും അതേപോലെ തന്നെ വ്യാഴം വഴിയുള്ളത് കൊണ്ട് തന്നെ പൊതുവെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വര സേവ ചെയ്യുക. സർവേശ്വരാണാം ദക്ഷിണേസ്നിത്യം സാന്നിധ്യമശ്മാ ദക്ഷിണേനുകൂല പ്രായോനുകൂല സതിതാശ്ചൂലെ തൽപ്രാനുകൂല്യം സതിതാനുകൂല്യ എന്നാണ്. അപ്പോൾ ഈശ്വര സേവ ഉണ്ടെങ്കിൽ സർവ്വദോഷങ്ങളെയും ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാം. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ദശാനാഥൻ്റെ സമയം നല്ലതാണ് എങ്കിൽ ഈ ദോഷങ്ങളൊന്നും വരില്ല. കുലദൈവ പ്രീതി ദിവസവും വേണം. വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, കുലദൈവത്തിനെ പ്രാർത്ഥിക്കുക, അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, നവഗ്രഹ പൂജ ചെയ്യുക, വീട്ടിൽ സുദർശന ഹോമം ചെയ്യുക ഇതിനെല്ലാം വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ ദോഷകാഠിന്യം കുറയും എന്നുള്ളതാണ് പറയുക. അതേപോലെ തന്നെ വിഷ്ണു ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, സഹസ്രനാമങ്ങൾ ജപിക്കുക, അങ്ങനെയെല്ലാം ചെയ്താൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ കുറയുള്ളൂ എന്നാണ് പറയുക. 7.5 ശനിക്കുള്ളതായ ഫലങ്ങളും ഇതൊക്കെ തന്നെയാണ്. അയ്യപ്പ ക്ഷേത്രം, അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം, ശനീശ്വര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. പാവപ്പെട്ടവരെ അന്നദാനം ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വപാപങ്ങളും തീരുന്നതായിരിക്കും, ദോഷകാഠിന്യം കുറയുന്നതായിരിക്കും. മീനം രാശി ഫലങ്ങളാണ് നമ്മളിവിടെ തന്നെ പറയുന്നത്. മീനം രാശി എന്ന് പറയുന്നത് തന്നെ പൊതുവെ നമുക്ക് ഇവിടെ അവസാനത്തെ രാശി എന്ന് പറയാം. 12 രാശികളിലെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനം രാശിയുടെ ഫലങ്ങൾ. ഈ വ്യാഴമാറ്റങ്ങൾ കൊണ്ട് തന്നെ വ്യാഴം ഇവർക്കിപ്പോൾ ഇവിടെ 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് സംക്രമണം നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ
വ്യാഴൻ 3 നിൽക്കുന്ന കാലഘട്ടം ഈ രാശി എന്ന് പറയുന്നതിന് അന്യോന്യം ശരിക്കും പറയുകയാണെങ്കിൽ ഈ മകരം രാശി എന്ന് പറയുന്നതിന് അന്യോന്യം കടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യമാണ് രാശി പ്രകൃതം. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ തന്നെ ഒരു എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. കലഹിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതോ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ഇവിടെ പൊതുവേ നമുക്ക് ഈ ഒരു 3ലേക്ക് വരുമ്പോൾ സൗന്ദര്യം, ആരോഗ്യം, സഹകരണ സന്നദ്ധത, കൂട്ടുപ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാവും. ആരെങ്കിലും പിൻബലം കൊടുത്താൽ എല്ലാ പ്രതിബന്ധങ്ങളും മറികടക്കുന്ന ആളുകളായിരിക്കും. സഹനശക്തി കുറയും. തീരുമാനം എടുക്കുന്നതിൽ കാലതാമസം എടുക്കും. സാഹിത്യം, കലാകാരന്മാർ, സംഗീതം, ശാസ്ത്രം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് നല്ല സമയമാകുന്നു. കലാപരമായുള്ള മേഖലകളിലെല്ലാം നല്ല പേരും പ്രശസ്തിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. നല്ല സമയം തന്നെ നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 12 ശനിയും 3 വ്യാഴനും ഉണ്ട്. അപ്പോൾ 7.5 ശനിയും ഉണ്ട്, അതേപോലെ തന്നെ വ്യാഴം വഴിയുള്ളൊരു സമയമാണ്. ശ്രദ്ധിക്കണം. എവിടുന്നാണ് നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എടുത്ത് പറയണം. എവിടുന്നാണ് നമുക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് വരിക. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. ഗൃഹപ്രവേശനത്തിന് യോഗം കാണുന്നു. വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട് പണിയെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും. പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വീട് പണിക്കും വളരെ വളരെ നല്ല സമയമാണ് എന്ന് പറയുന്നു. ബന്ധുക്കളുടെ ഇടപെടൽ മൂലം വലിയ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ മുക്തരാവാൻ പറ്റും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വിദ്യാപരമായി ജോലി ലഭിക്കാനുള്ള യോഗം കൂടി കാണുന്നു. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചാൽ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജോലി മാറുവാൻ പാടുള്ള സമയമല്ല ഇപ്പോൾ എന്ന് പറയുന്നു. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്നുള്ള തന്നെ പറയുന്നത്. ഇപ്പോൾ ജോലിയിൽ നമുക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. ബിസിനസ്, മറ്റ് ജോലിയിൽ ഉള്ളവർക്കും അനുകൂല സമയമാണ് എന്ന് പറയുന്നു. ഉയർന്ന പദവിയിലുള്ള ആളുകളുമായിട്ട് നമുക്ക് സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം, അതേപോലെ തന്നെ തൊഴിലിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനൊക്കെ അവർ മൂലം നമുക്ക് സഹായങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ചില സാമ്പത്തിക ക്ലേശങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പണം വന്നിട്ട് കടം കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങുന്നതോ ഒക്കെ ശ്രദ്ധിച്ച് വേണം എന്നാണ് പറയാം. പിന്നിപ്പോൾ ഈ രാശിയിലെ കുട്ടികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ കാണുന്നതായ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കും. ദുഃഖിതരായിരിക്കുന്ന ദമ്പതികൾക്ക് സന്താനയോഗങ്ങളെ കാണുന്നുണ്ട്. അതായത് സന്താനമില്ലാതെ ദുഃഖിക്കുന്നവർക്കൊക്കെ സന്താനയോഗം കാണുന്നുണ്ട്. വളരെ ഗുരുബലം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഔഷധ സേവ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. വാഹനങ്ങൾ മേടിക്കുവാനോ മാറ്റി മേടിക്കുവാനോ യോഗം കാണുന്നുണ്ട്. രക്തദൂക്ഷ്യമായ അസുഖങ്ങൾ വരും, ശ്രദ്ധിക്കണം. അപഥ്യമായ ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. വ്യായാമം ആവശ്യമാണ്. ഈ രാശിക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്തോഷകരമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച വ്രതം നോറ്റ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. 7.5 ശനിക്ക് അടുത്തുള്ള ശനീശ്വര ക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്തുകൊണ്ടാൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്നുള്ളത് എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒരു ചാരവശാൽ ഉള്ള ഫലങ്ങളാണ് എന്ന് പറയാം. എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്ര ജാതകർക്കും ഉണ്ടാവുന്ന ഒരു ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശാനാഥനനുസരിച്ചും അതിലെ മാറ്റങ്ങൾ വന്നു ചേരാം. അടുത്തുള്ള ജ്യോതിഷ കൈകാര്യം ചെയ്യുന്ന നല്ല ഒരാളെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ജാതകങ്ങളൊക്കെ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് അതിലുള്ളതായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ കോപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ആ ദോഷങ്ങളെല്ലാം മാറ്റിയെടുത്ത് നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട് എൻ്റെ വെബ്സൈറ്റ് താഴെ കാണുന്നു www.bestastrologerkerala.com. ഇത് സന്ദർശിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും സന്ദർശിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും.